ലാസ്റ്റ് ഡേ ഓഫ് മാർച്ച്. ഇന്ന് വെള്ളം അടിച്ചു തുടങ്ങാന്ന് കരുതി. സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ അടിച്ചു. നേരെ പോയതൊരു ഷോപ്പിലോട്ടാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. സാധനം വാങ്ങിക്കാൻ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആരാന്നല്ലേ, ബാ കാണിച്ചുതരാം. ദേ ആള് അപ്പു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സാധനമൊക്കെ വാങ്ങിച്ച വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ ഞങ്ങൾ പോയത് ഹർഷമമ്മയുടെ വീട്ടിലോട്ടാണ്. എന്താണെന്നല്ലേ, ഹർഷമമ്മയുടെ ഹൗസ് വാമിംഗ് ആണ് ഏപ്രിൽ 5-ന്. അപ്പോൾ പാല് കാച്ചിൽ ഏപ്രിൽ 1-നാണ്. അന്ന് ഞങ്ങൾക്ക് അത്രയും നേരത്തെ പോകാൻ പറ്റാത്തതിനാൽ 31-ന് പോയിട്ട് സോപ്പിടാന്ന് കരുതി. അങ്ങനെ സാധനങ്ങൾ വാങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ഗിഫ്റ്റ്. അപ്പം അതിൻ്റെ ഇടയിലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യെസ്, ഇത് അവളുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഈ വീട് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. അതിൻ്റെ ഇടയിൽ അപ്പു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, വളരെ സ്ലോ മോഷനിൽ അതിനെ വേദനിക്കും എന്ന രീതിയിലാണ് എൻ്റെ കുട്ടി ഇത് പൊളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റിക്ക് ഞാനിങ്ങനെ എന്താ പറയുക, ഈ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഗിഫ്റ്റൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഗിഫ്റ്റ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് പൊളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് സംസാരിക്കാമെന്ന് കരുതി. നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ ഗിഫ്റ്റാണ് ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. റൈസ് കുക്കർ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വീട്ടിലൊക്കെ വേണ്ടൊരു സാധനം കേട്ടോ ഈ റൈസ് കുക്കർ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഉച്ചയെന്ന് പറഞ്ഞല്ലേ. പിന്നെ ചോറുണ്ടു. ചോറിന് സ്പെഷ്യൽ പപ്പടമുണ്ട്, മുരിങ്ങേൻ്റെ ഇലയുണ്ട്, അച്ചാറുണ്ട്, ഉപ്പേരിയുണ്ട്, നല്ല ചിക്കൻ ഒരു വരട്ടിയതാട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഉപ്പിലിട്ടത് വെള്ളരിക്കറിയൊക്കെ ഉണ്ട്. ഇവിടെ ചെന്നാൽ ഞങ്ങൾ വയറ് നിറച്ചിട്ടേ വിടുള്ളൂ. അതാണ് അവിടുത്തെ അമ്മയുടെ ഒരു പ്രത്യേകതയും അമ്മയുടെ സ്നേഹം. അങ്ങനെ അമ്മയുടെ സ്നേഹം കുറച്ച് ഓവറായതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങൾ ഓവറായിട്ട് ഫുഡൊക്കെ കഴിച്ചു. വയറ് നല്ലോണം നിറഞ്ഞു. ആ സ്നേഹം നിറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു.